സ്തോത്രം. 34-ാമത്തെ സങ്കീർത്തനം നമുക്കേറെ പ്രിയപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ തലക്കെട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലം എന്താണെന്ന്. ഒന്ന് വായിച്ചാട്ടെ. മതി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് നല്ലവണ്ണം ബോധ്യമായിട്ടുണ്ട്. സ്തോത്രം. ഞാൻ അതിലെ എല്ലാ ഭാഗങ്ങളിലേക്കൊന്നും കടന്നു പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിനകത്ത് സ്തോത്രം താല്പര്യം പ്രകടിപ്പിച്ച തന്നൊരു ദൂത് 6-ാമത്തെ വാക്യത്തിലാണ്. ആ വാക്യത്തിലേക്ക് വേഗത്തിലൊന്ന് പ്രവേശിക്കാം. അതുകൊണ്ടൊന്ന് വായിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ എളിയവന്റെ ഇൻഷരല്ല ഈ ലോ. സ്തോത്രം. പണ്ട് ഈ മുടിയനായ പുത്രന്റെ ഇൻഷൽ അറിയാവുന്ന ചോദിച്ചു. അറിയത്തില്ലെന്ന് പറഞ്ഞു. ഈ എൻ്റെ മകൻ. സ്തോത്രം. അങ്ങനെയല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ എളിയവൻ ഞാൻ എന്ത് ചെയ്തു? നിലവിളിച്ചു. സ്തോത്രം. ദാവീദ് തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു പദമാണ് എളിയവൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദരിദ്രൻ. സ്തോത്രം. സാമ്പത്തികമായ ഉന്നതിയിലില്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും താഴെക്കടയിലുള്ള ഒരാളായിട്ട് തന്നെ ദാവീദ് എന്ത് ചെയ്യാണ്? പരിചയപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. കാരണം ഈ സങ്കീർത്തനം എഴുതുമ്പോൾ തന്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. സ്തോത്രം. സ്വന്തമായിട്ടൊരു വീടില്ല, കയറിക്കിടക്കാൻ ഒരു ഇടമില്ല. സ്തോത്രം. തന്റെ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പോകേണ്ടുന്ന അവസ്ഥ വന്നു. അതും നല്ലവണ്ണം നമ്മളൊക്കെ ഇവിടുന്ന് പഠിക്കാൻ പോകുന്നത് പോലെ അല്ല പോയത്. ദൈവത്തിന് സ്തോത്രം. ഒരു അഭയാർത്ഥിയായിട്ട് എന്ത് ചെയ്യാണ്? മറ്റൊരു രാജ്യത്തിലേക്ക് താൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം സ്തോത്രം, നമ്മളതൊന്നും അനുഭവിക്കാത്തത് കൊണ്ട് ഇതിന്റെ തീവ്രത നമുക്ക് മനസ്സിലാകത്തില്ല. സ്തോത്രം. നമുക്ക് പറ്റുകയാണെങ്കിൽ സ്തോത്രം ഈ വയനാടൊക്കെ ഇടയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒന്ന് ആ സാവകാശം കിട്ടും ഒന്ന് പോയി സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ വാക്യത്തിന്റെയൊക്കെ അർത്ഥം അന്ന് നമുക്ക് എന്ത് ചെയ്യും? പിടികിട്ടും. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ഗസയിലും ഇസ്രായേലിലും ഇറാനിലും അങ്ങനെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ പലായനങ്ങൾ നടക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം നമ്മുടെ വീടിനകത്ത് സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ നമുക്ക് കൃപ തന്ന ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ഞാൻ പറഞ്ഞു വരുന്നതിന് താല്പര്യം, ദാവീദ് പറഞ്ഞ വാക്യം കറക്റ്റാ. സ്തോത്രം. ഞാനൊരു എളിയവനാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ പണക്കാരെ അങ്ങ് അനുഗ്രഹിക്കുന്ന ദൈവമൊന്നുമല്ല. സ്തോത്രം. പിന്നെ പാവപ്പെട്ടവനോട് ചേർന്ന് നിൽക്കുന്ന ദൈവമാണ്. സ്തോത്രം. എന്ന് പറഞ്ഞ് പണക്കാരോട് അലർജിയുള്ള ദൈവമാണെന്നൊന്നും കരുതരുത്. സ്തോത്രം. ദൈവം അനുഗ്രഹിച്ചിട്ട് സമ്പത്ത് വർദ്ധിക്കുന്ന മേഖലകളും ഉണ്ട്. സ്തോത്രം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, താഴേക്കിടയിലുള്ളവനെയും കരുതുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, എളിയവൻ നിലവിളിച്ചു, യഹോവ അതെന്ത് ചെയ്തു? കേട്ടു. ദൈവത്തിന് സ്തോത്രം. നമുക്കിപ്പോൾ എളിയവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഭിക്ഷക്കാരോട് നമ്മൾ എങ്ങനെ ഇടപെടുന്നു നോക്കിയാൽ മതി. സ്തോത്രം. വീട്ടിലേക്ക് വരുമ്പോൾ എന്താ താമസിച്ചത്, കയറിയിരിക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യത്തില്ല, പറയാറില്ല. ദൈവത്തിന് സ്തോത്രം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തു വിട്ടിട്ട് എന്ത് ചെയ്യും? പറഞ്ഞു വിടും. സ്തോത്രം. ഇനി നമ്മൾ വാഹനം കൊണ്ടൊരു ട്രാഫിക് സിഗ്നലിൽ കൊണ്ട് നിർത്തിയാൽ തന്നെ സ്തോത്രം അവർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓടിച്ചു വിടും. ഒന്നും ഇല്ലെന്ന് പറയാ. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പലരോടും ഇങ്ങനെയാണ് പെരുമാറുന്നത്. സ്തോത്രം. പക്ഷേ എളിയവന്റെ നിലവിളിക്ക് കാതോർത്ത് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, നിലവിളിയോടുള്ള ബന്ധത്തിൽ സ്തോത്രം ഈ സങ്കീർത്തനത്തിൽ 3 വാക്യങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ഒന്നാമത് നാം വായിച്ചു വെച്ച 6-ാമത്തെ വാക്യമാണ്. സ്തോത്രം. 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 15-ാമത്തെ വാക്യം. നോക്കിക്കേ, യഹോവയുടെ കണ്ണ്, യഹോവയുടെ ചെവി. സ്തോത്രം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലേക്ക് എന്ത് ചെയ്യുന്നു? എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. അവന്റെ ചെവി അവരുടെ നിലവിളിക്ക് എന്ത് ചെയ്യുക? കാതോർത്തുകൊണ്ടിരിക്കുക. സ്തോത്രം. 17-ാമത്തെ വാക്യം ഉണ്ടെന്ന് വായിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നിലവിളിയെ പറ്റിയാണ്. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരുപാട് ശൈലിയുണ്ട്. സ്തോത്രം. ചിലർ ഉച്ചത്തിൽ പ്രാർത്ഥിക്കും, ചിലർ ഹൃദയത്തിനകത്ത് പ്രാർത്ഥിക്കും. സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥനകൾക്ക് വിവിധ ശൈലിയുണ്ട്. നിലവിളി എന്ന പദത്തെ മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ വിശദീകരിക്കാൻ പറ്റും. സ്തോത്രം. ഉച്ചത്തിൽ കരയുക, അല്ലെങ്കിൽ സ്തോത്രം അലറിക്കരയുക. ഇതാണ് അതിന്റെ അർത്ഥം. നിലവിളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉച്ചത്തിൽ കരയുക, അല്ലെങ്കിൽ അലറിക്കരയുക. ദൈവത്തിന് സ്തോത്രം. നമ്മളൊക്കെ അങ്ങനെ കരയാറുണ്ടോ? അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ കരഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം.
ഈ ഹൃദയത്തിനകത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഹന്നയുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവം എന്ത് ചെയ്തു? കേട്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഹൃദയത്തിനകത്ത് പ്രാർത്ഥിച്ചാലും സ്തോത്രം, വാഗൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലും ഹൃദയത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന, കണ്ണുനീരിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് എൻ്റെ ഭാര്യയോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ സ്തോത്രം, അത് പറഞ്ഞു കഴിയുമ്പോൾ അവള് പറയും, ഇത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ട്, ഇങ്ങോട്ട് പറയണ്ടേ എന്നെന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. സ്തോത്രം. നിങ്ങളോട് ആരോടും അങ്ങനെ പറയത്തില്ലെന്ന് തോന്നുന്നു. സ്തോത്രം. നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട്. സ്തോത്രം. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ പലർക്കും പലതും മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. എന്നാൽ നിന്റെ നോട്ടത്തിലും നിന്റെ ഭാവത്തിലും നിന്റെ ഹൃദയ വിചാരങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. നീ വാ തുറന്നൊന്നും പറഞ്ഞില്ലെങ്കിലും അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്ത് അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത് നിലവിളിയെ പറ്റിയാണ്. സ്തോത്രം. അപ്പൊ ആ നിലകളിൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. സ്തോത്രം. എന്നാൽ ഇവിടെ പറയുന്നു, എളിയവൻ നിലവിളിച്ചാൽ സ്തോത്രം, ദൈവത്തിന്റെ കാത് അതിനുവേണ്ടി ശ്രദ്ധയോടെ ഇരിക്കുകയാ. സ്തോത്രം. വിശുദ്ധ തിരുവഴുത്തിൽ ദൈവത്തിന് സ്തോത്രം, മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, അവിടെയാണ് തിമായിയുടെ മകനായ ബർത്തിമായി നിലവിളിക്കുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 46, 47 വേദവാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 46, 47 വാക്യങ്ങൾ. അടുത്ത വാക്യം കൂടെ. ഏറ്റവും അധികം എന്ത് ചെയ്തു? നിലവിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബഹുപുരുഷാരത്തോടുകൂടെ യേശു ക്രിസ്തു സഞ്ചരിക്കുക. സ്തോത്രം. അപ്പൊ 1-2 പേരല്ല. സ്തോത്രം. ബഹുപുരുഷാരം, എണ്ണിക്കൂടാത്ത ഒരു ബഹുപുരുഷാരത്തിന്റെ നടുവിൽ ഇങ്ങനെ പോകുമ്പോൾ സ്തോത്രം, ഈ ഒച്ചപ്പാടും ഈ ബഹളം എല്ലാം കൂടെ കേട്ടിട്ട് ഭൃത്യമായി ചോദിക്കുക, എന്താ ഇവിടെ നടക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരുവൻ പറഞ്ഞു, നസ്രയനായ യേശു ഇതുവഴി എന്ത് ചെയ്യുന്നു? കടന്നു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ. ദൈവത്തിന് സ്തോത്രം. ആ ബഹുപുരുഷാരത്തിന്റെ കോലാഹലത്തിന്റെ നടുവിൽ നിന്ന് ഒരു മനുഷ്യന്റെ ശബ്ദം ദൈവസന്നിധിയിലേക്ക് ഉയരുക. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ഇത് നമ്മുടെ ഇതുവഴിയൊക്കെ മന്ത്രിമാര് പോകുമ്പോ സ്തോത്രം, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ വരുമ്പോ സ്തോത്രം, ആ റോഡിന്റെ സൈഡിൽ ഒന്ന് ഇരിക്കാൻ പോയിട്ട് എല്ലാം നമുക്കറിയാലോ, നമ്മൾ കാണുന്നതല്ല, നമ്മുടെ റോഡെല്ലാം ബ്ലോക്ക് ആക്കിയിട്ട് എന്തുമാത്രം പ്രതിസന്ധിയെ നമ്മൾ അനുഭവിക്കുന്നത്. സ്തോത്രം. ആ റോഡിലൊന്നും ഒരു ഭിക്ഷക്കാരനോ ഒരു യാചകനോ കാണാൻ പാടില്ല. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പറ്റി ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്ന അധികാരിക്ക് യാതൊരു ബോധ്യവുമില്ല. സ്തോത്രം. പണ്ട് ട്രംപ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ സ്തോത്രം, വലിയ മതില് കെട്ടി എന്ത് ചെയ്തു? ഒരു ഏരിയ മൊത്തം മറച്ചു. ആ മതില് കിട്ടുന്ന പൈസ ഉണ്ടായിരുന്നു അവർക്ക് വീട് വെച്ചു കൊടുക്കായിരുന്നു. ഇനി പാസ്റ്റർ രാഷ്ട്രീയം പറഞ്ഞു എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കരുത്, മടങ്ങി പറഞ്ഞേ. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത് സ്തോത്രം, നിലവിളി നിങ്ങൾ ശ്രദ്ധിക്കണം. ബഹുപുരുഷാരം. അതിന്റെ നടുവിൽ നിന്ന് ഒരു മനുഷ്യന്റെ നിലവിളി ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോൾ സ്തോത്രം, കൂടെ നടക്കുന്ന ശിഷ്യന്മാർ പറയും മിണ്ടാതിരിക്കാൻ. സ്തോത്രം. കണ്ടോ? ഒരു സാധാരണക്കാരനോട് ഇടപെടുന്ന വിധം കണ്ടോ? ശിഷ്യന്മാർ ഇടപെട്ട വിധം കണ്ടോ? സ്തോത്രം. നമ്മളെല്ലാം ഇതുപോലെ. സ്തോത്രം. ചിലർക്ക് പ്രാർത്ഥിക്കാൻ വരുമ്പോ, ഇപ്പൊ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ പാസ്റ്റർ ഭയങ്കര തിരക്കാ. ഹലോ. സ്തോത്രം. അതല്ല കർത്താവിന്റെ മനസ്സ്. സ്തോത്രം. ആ ഭിക്ഷക്കാരൻ ഏറ്റവും അധികം നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ തിരുവചനം പറയുക, എന്റെ കർത്താവ് അവിടെ നിന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിന്റെയൊക്കെ ആഴം ഒന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. യെരിഹോവിലെ ഒരു ഭിക്ഷക്കാരന് വേണ്ടി, ഒരു യാചകന് വേണ്ടി, ഒരു എളിയവന് വേണ്ടി അവൻ നിലവിളിച്ചപ്പോൾ എന്റെ ദൈവം നിന്നു, നമ്മുടെ ദൈവം നിന്നു. ദൈവത്തിന് സ്തോത്രം. അവനെ വിളിച്ചിട്ട് അവൻ എന്താണോ ആവശ്യം അത് തമ്പുരാൻ എന്ത് ചെയ്യുക? നൽകി കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. എളിയവന്റെ നിലവിളിക്ക് കാതോർക്കുന്നൊരു ദൈവം. ദൈവത്തിന്റെ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ മത്തായി സുവിശേഷത്തിൽ കൊണ്ടൊന്ന് കടന്നു വരാം. മത്തായി സുവിശേഷം 15-ാമത്തെ അധ്യായം അതിന്റെ 22 തുടങ്ങി 23 വരെയുള്ള വേദവാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ.
ആ, തൊട്ടപ്പുറത്ത് ശിഷ്യന്മാരാണ് അവഗണിച്ചതെങ്കിൽ ഇവിടെ കർത്താവാണ് അവഗണിക്കുന്നത്. സ്തോത്രം. ഇനി അടുത്ത വാക്യം വായിച്ചേ. ആ, നിങ്ങൾ ആ പദം ശ്രദ്ധിക്കുന്നുണ്ടോ? സ്തോത്രം. തൊട്ട് മുമ്പലത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചു, ശിഷ്യന്മാര് പറഞ്ഞു മിണ്ടാതിരിക്കാൻ. ഇവിടെ കർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല. സ്തോത്രം. ഉടനെ ശിഷ്യന്മാര് പറയാ, കർത്താവ് നീ കാണുന്നില്ലേ, അവള് നമ്മുടെ പുറകെ നിലവിളിച്ചോണ്ട് എന്ത് ചെയ്യാ വരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താ വിഷയം? എന്റെ മകൾക്ക് ഭൂതോദ്രവം. സ്തോത്രം. ഒരു സാധു സ്ത്രീ, ഇസ്രായേലിയ സ്ത്രീ അല്ല, എവിടെയാ സ്ഥലം? കനാന്യ സ്ത്രീ. സ്തോത്രം. കനാന്യ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് വരികയാണ്. കർത്താവിന്റെ മറുപടിയൊക്കെ നമുക്കറിയാം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? സ്തോത്രം. ഏറ്റവും അധികം നിലവിളിച്ച് പുറകെ വന്ന അവളും അവളുടെ പ്രശ്നത്തിന് പരിഹാരത്തോടെയാണ് മടങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. ദൈവപൈതലേ, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് നിലവിളി ഉയരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചില വിഷയങ്ങൾക്ക് മൗനമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. ചില വിഷയത്തിന് കരം കോർത്ത് കുടുംബമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. എന്നാൽ നിലവിളിക്കേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതൊന്ന് വിശദീകരിക്കാം. സ്തോത്രം. നമുക്ക് എല്ലാത്തിനും മാതൃക കർത്താവ്. സ്തോത്രം. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ, എബ്രായ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന്, അങ്ങനെ വായിക്കണേ. സ്തോത്രം. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചു. ആ വാക്യം നിങ്ങൾ എല്ലാവരും അണ്ടർലൈൻ ഇടണം. സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥനാ രീതികൾ നമ്മൾ പഠിക്കുമ്പോൾ അവൻ അധികാല തിരുട്ടോടുകൂടെ എന്ത് ചെയ്തു? മാറിപ്പോയിരുന്നു പ്രാർത്ഥിച്ചു. സ്തോത്രം. ശിഷ്യന്മാരെല്ലാം പുറകെ വരികയാണ്, കർത്താവ് നിന്നെ ഞങ്ങൾ എവിടൊക്കെ അന്വേഷിച്ചു. സ്തോത്രം. അതാണ്ട് ഈ ജനം മുഴുവൻ നിന്നെ നോക്കി നിൽക്കുക. സ്തോത്രം. കർത്താവിന്റെ മറുപടി, നമ്മൾ അടുത്ത ഊരിലേക്കും പോയി പ്രസംഗിക്കേണ്ടതല്ലേ, അതിനായിട്ടല്ലേ ദൈവം എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറയുക. സ്തോത്രം. രാത്രി സമയത്തും ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് യേശു പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയെന്ന് തിരുവചനം രേഖപ്പെടുത്തുക. സ്തോത്രം. നോക്കിക്കേ, എല്ലാ മേഖലയ്ക്കകത്തും ദൈവത്തിന് സ്തോത്രം മാറിയിരുന്ന്, ശിഷ്യന്മാരിൽ നിന്ന് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശുവിനെ കാണുവാൻ കഴിയും. ഗദസമന തോട്ടത്തിനകത്തേക്കും സ്തോത്രം കർത്താവിന്റെ പ്രാർത്ഥന അവിടെയാണ് ഒന്നുകൂടെ വിശുദ്ധമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ മുൻപോട്ട് അല്പം മുമ്പോട്ട് ചെന്നിട്ട് കവിണ്ണ് വീണു എന്നാണ് എന്ത് ചെയ്യുന്നത് തിരുവചനം പറയുന്നത്. സ്തോത്രം. ഇവിടെ പാസ്റ്ററോ ഏതെങ്കിലും ഒരു വിശ്വാസിയോ കവിണ്ണ് വീണ് പ്രാർത്ഥിച്ച പിന്നെ അവന്റെ കാര്യം പോക്കാം, പിന്നെ അത് ദുരുപദേശമായി. ഹലോ, ഞാൻ പറയുന്നതിന്റെ ആഴം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. മുട്ടുകുത്തി പ്രാർത്ഥിക്കാം, കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. സ്തോത്രം. നിലത്ത് വീണ് കിടന്നും പ്രാർത്ഥിക്കാം. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ബൈബിള് വായിക്കാത്ത ചിലര്, നിങ്ങളുടെ കാര്യമല്ല, ബൈബിള് വായിക്കാത്ത ചിലര് പറയും, ഇതെന്തോ ദുരുപദേശമാണല്ലോ, അത് നിങ്ങളുടെ കാര്യമല്ലെന്ന്. ശ്രദ്ധിക്കുന്നുണ്ടോ? യേശു മുമ്പോട്ട് ചെന്ന് കവിണ്ണ് വീണു, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഈ റൂം കിട്ടുന്നതിനോട് ബന്ധത്തിൽ സ്തോത്രം ഞാൻ ഇതുപോലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. പെട്ടെന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ പറഞ്ഞു ഈ ഹോള് തരാൻ പറ്റത്തില്ല. സ്തോത്രം. എന്റെ പിടി വിട്ടുപോയി. ഞാനും ശ്രുതി മാത്രമുള്ളായിരുന്നു. സ്തോത്രം. ഞാൻ ആ നിലത്തോട്ട് കവിണ്ണ് വീണ് എന്റെ കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. സ്തോത്രം. പക്ഷെ അടുത്ത നിമിഷം ഇവിടുത്തെ ഓണർ എടുത്ത് വന്ന് സംസാരിച്ച് റൂം എന്ത് ചെയ്തു? ശരിയായി. സ്തോത്രം. കിടന്ന് ഉറങ്ങാനല്ല പറഞ്ഞത്, കിടന്ന് നിലവിളിക്കാനാ പറഞ്ഞത്. സ്തോത്രം. നമ്മളൊക്കെ നേരെ ചെന്ന് കിടന്ന് എന്ത് ചെയ്യും? കവിണ്ണ് വീണ് കിടന്ന് കൂർക്കം വലിച്ചുറങ്ങും. അതിന്റെ കാര്യമല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. കവിണ്ണ് വീണ് ചില സമയത്തൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണമെന്നേ. ഈ ബൈബിളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം, ഒന്ന് പരീക്ഷിച്ചു നോക്കണം. സ്തോത്രം. ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ കാര്യം ഞാൻ മിണ്ടുന്നില്ല, കാരണം എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാ. സ്തോത്രം. എങ്ങനെയാ പ്രാർത്ഥിച്ചത്? മുഴങ്കാലുകളുടെയിൽ തലതിരികി വെച്ച് താൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. എന്നെ കൊണ്ട് അല്പം പ്രയാസമാണ്, അതുകൊണ്ട് ഞാനത് മിണ്ടാത്തത്. സ്തോത്രം. എന്നാ കവിണ്ണ് വീണ് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. കർത്താവ് ആ വിധം എല്ലാം എന്ത് ചെയ്തു?
പ്രാർത്ഥിച്ചു. അപ്പൊ പലപ്പോഴും സ്തോത്രം ഇരുട്ടിലേക്ക് കയറിപ്പോകുന്നു, ശിഷ്യന്മാരിൽ നിന്ന് വേറിട്ട് പോയി പ്രാർത്ഥിക്കുന്നു. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയുന്നില്ല. സ്തോത്രം. പക്ഷെ ഈ വാക്യം ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. തന്റെ ഐഹിക ജീവിത കാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ള ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിച്ചു എന്നാ? ഉറച്ച നിലവിളിയോടെ. എന്തിനാ മാറിപ്പോയി പ്രാർത്ഥിച്ചെന്ന് ഇപ്പൊ മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. വേറിട്ട് പോയി പ്രാർത്ഥിക്കുമ്പോഴും അവിടെ ചില ഉറച്ച നിലവിളികൾ നടക്കുക, അവിടെ ചില കണ്ണുനീരുകൾ നടക്കുക. ദൈവത്തിന് സ്തോത്രം. കണ്ണുനീര് വീണുകൊണ്ടിരിക്കുക. ആ വീണുകൊണ്ടിരുന്നതിന്റെ കണ്ണുനീരിന്റെ റിസൾട്ടൊക്കെയാണ് പിറ്റേ ദിവസത്തെ പ്രഭാതത്തിൽ ദൈവത്തിന് സ്തോത്രം രോഗികൾ സൗഖ്യമാകുന്നതും കുരുടര് കാഴ്ച പ്രാപിക്കുന്നതും മുടന്തര് നടക്കുന്നതെല്ലാം തലേ രാത്രി നമ്മുടെ അരുമനാഥൻ ദൈവത്തിന് സ്തോത്രം ഉറച്ച നിലവിളിയോടെ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചതും അവൻ കരഞ്ഞതും കൊണ്ട് പ്രഭാതയാമത്തിൽ പലരും എന്ത് ചെയ്തത്? സൗഖ്യം പ്രാപിച്ചതെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയുടെ രീതികൾ മാറണം. ദൈവത്തിന് സ്തോത്രം. നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മുറിയിൽ കടന്ന് വാതിൽ അടച്ച് സ്തോത്രം ഫോൺ എടുത്ത് ഫേസ്ബുക്കിൽ കളിക്കുക എന്നുള്ളതല്ല. സ്തോത്രം. അതിനകത്ത് കയറി കഴിഞ്ഞ സ്തോത്രം ആരും കാണത്തില്ല. വീട്ടിലൊക്കെ സ്തോത്രം മറ്റുള്ളവരൊക്കെ മറ്റു റൂമിലായിരിക്കും. ആ റൂമിലിരുന്ന് നല്ലോണം നിലവിളിക്കണമെന്നേ. സ്തോത്രം. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണമെന്നേ. അത് കഴിഞ്ഞ് നീ ആ റൂം വിട്ട് പുറത്തു വരുമ്പോ നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ നിന്റെ കണ്ണിന് മുൻപാകെ വന്ന് നിൽക്കും. ദൈവത്തിന് സ്തോത്രം. എന്താ പാസ്റ്റർ ഇത്ര ഉറപ്പുണ്ട്? 15-ാമത്തെ വാക്യം അതാ പറയുന്നത്. അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കണ്ടോ? നിലവിളിക്ക് തന്റെ ചെവി തുറന്നു വെച്ചിരിക്കുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. മനസ്സിൽ പ്രാർത്ഥിച്ചോ? തെറ്റല്ല. സ്തോത്രം. കൂട്ടത്തിൽ പ്രാർത്ഥിച്ചോ? തെറ്റല്ല. പക്ഷേ ഒരു ഉറച്ച നിലവിളി ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം അതിന്റെ റിസൾട്ട് വലുതാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കൾ എന്നുള്ള പദവിയും അവകാശവും എല്ലാം നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് കർത്താവ് ഒരു ഉപമ പറയുന്നത്. സ്തോത്രം. ആ ഉപമയിലേക്ക് വേഗത്തിലൊന്ന് വരാം. ലൂക്കോസിന്റെ സുവിശേഷം സ്തോത്രം അതിന്റെ 11-ാമത്തെ അധ്യായം അതിന്റെ 5 തുടങ്ങി 8 വരെയുള്ള വേദവാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിന്റെ 5 തുടങ്ങി 8 വരെയുള്ള വേദവാക്യങ്ങൾ. ആ ആ ആ അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് വേണ്ടുന്നിടത്തോളം എന്ത് ചെയ്യും? കൊടുക്കും. സ്തോത്രം. സ്നേഹിതൻ ചെന്ന് ചോദിച്ചത് 3 അപ്പമാ. സ്തോത്രം. ഉടനെ അകത്തു നിന്നുള്ള മറുപടി, സ്നേഹിത ഞാൻ എന്ത് ചെയ്യാണ്? ഉറങ്ങുക. സ്തോത്രം. പലർക്കും ഉറക്കം വരുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ അതിനൊന്ന് വിവരിക്കാം. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ അകത്ത് കിടന്നുറങ്ങുക. എൻ്റെ സ്നേഹിതനായ ലിതിൻ വന്നു, കതക് മുട്ടി, സ്നേഹിതാ എൻ്റെ ഒരു സുഹൃത്ത് വന്നിരിക്കുന്നു, എനിക്ക് 3 അപ്പം വേണം. സ്തോത്രം. ഞാനപ്പോ തിരിച്ച്, സ്നേഹിതാ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുന്നു, ഇപ്പോ എഴുന്നേറ്റ് വരാൻ കഴിയില്ല. ലിതിൻ, സ്നേഹിതാ ലജ്ജ കൂടാതെ വെളിയിൽ എന്ത് ചെയ്യുക? വിളിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഞാൻ പിള്ളേരെയൊക്കെ ഒന്ന് മാറ്റിക്കിടത്തി, 1 2 3 മാറ്റിക്കിടത്തിട്ട് എന്ത് ചെയ്തു? സ്തോത്രം. എഴുന്നേറ്റു, കതക് തുറന്നു. കാരണം ഒരു നാണം ഇല്ലാതെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പലരും ഉറങ്ങുന്നത് കൊണ്ട് ആ ഉറക്കമൊന്ന് മാറട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു ഉപമ പറഞ്ഞതാണ്. ഞാൻ ഒരു വട്ടം പറഞ്ഞു എൻ്റെ കയ്യിൽ പറ്റില്ല, പിള്ളേർ കിടന്ന് ഉറങ്ങാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോകുന്നില്ല. എന്ത് സംഭവിച്ചു? സ്തോത്രം.
കതക് തുറന്നു. 3 അപ്പമാണ് ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞു എല്ലാം കൂടെ എടുത്തോണ്ട് പോ എന്നുള്ള മൈൻഡിലല്ല. സ്തോത്രം. വേണ്ടുവോളം സ്നേഹത്തോടെ എന്ത് ചെയ്യുക? കൊടുക്കുക. സ്തോത്രം. ആ ഭാഗം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാ: യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. വായിച്ചേ. ദൈവമക്കളെ, സ്നേഹിതനാണെന്ന് പറയുന്നത് കൊണ്ടല്ല അത് കൊടുത്തത്. അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്നു. സ്തോത്രം. ഞാൻ പറയുന്ന ഒരു ആശയം എത്ര പേർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്? നമ്മൾ ദൈവമക്കളാണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം തമ്പുരാൻ നൽകി തരും. സ്തോത്രം. അപ്പോൾ തന്നെ അതിനൊരു മറുവശമുണ്ട്. ചില വിഷയങ്ങൾക്കകത്ത് നീ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്നാൽ, സ്തോത്രം, ആവശ്യമുള്ളതെല്ലാം നൽകി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഞാൻ നിലവിളിയായിട്ടൊന്ന് കണക്ട് ചെയ്തത്. സ്തോത്രം. ഒരു സ്ത്രീ പുറകേ നടക്കുക. ശിഷ്യന്മാര് പറയാണ്, കർത്താവ് അവൾ നിലവിളിച്ചോണ്ടാ വരുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ ശബ്ദം നീ അടക്കി വെക്കരുത് ദൈവസന്നിധിയിൽ. ദൈവത്തിന് സ്തോത്രം. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയരട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ ഉയരട്ടെ. നിരന്തരമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ മറുപടികൾ ഈ ദിവസങ്ങളിൽ ഇറങ്ങി വരാൻ വേണ്ടി പോവാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന വിളിച്ചു പറയുക സഭയോട്. ദൈവവൈതലേ, പ്രിയ ദൈവദാസ, പ്രിയ ദൈവദാസി, നിരന്തരമായി നീ നിലവിളിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ മറുപടികൾ ഇറങ്ങി വരാൻ വേണ്ടി പോവാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറഞ്ഞത് സ്വീകരിക്കാൻ തയ്യാറാ? ദൈവത്തിനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം. നോക്കിക്കേ, നീതിമാന്റെ നിലവിളിക്ക് മുൻപിൽ ചെവി കാതോർത്ത് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിനു സ്തോത്രം. ഇന്ന് പകൽ നിലവിളിക്കാൻ തയ്യാറാകണം. സ്തോത്രം. നിലവിളിക്കാൻ തയ്യാറാകണം. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനം അടിമവേല നിമിത്തം നിലവിളിച്ചു. ദൈവത്തിനു സ്തോത്രം. 2-ാമത്തെ അധ്യായത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. പുറപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 23 തുടങ്ങി 25 വരെയുള്ള വേദവാക്യങ്ങളിലേക്ക് ഒന്ന് വന്നാട്ടെ. സ്തോത്രം. ദൈവം അവരുടെ നിലവിളി എന്ത് ചെയ്തു? കേട്ടു. ദൈവത്തിനു സ്തോത്രം. ആ വാക്യത്തിനൊക്കെ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ദൈവം അവരുടെ നിലവിളി എന്ത് ചെയ്തു? കേട്ടു. വാഗ്ദത്തം ഓർത്തു. അവർക്ക് വേണ്ടി മോശയെ ഒരുക്കി. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. നിലവിളിയുടെ മുമ്പിൽ ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഓർക്കുവാനായിട്ടിടയായി തീരും. നിലവിളിക്കുന്നവനെ കടന്നു പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. യെരിഹോവിന്റെ തെരുവീതിക്കകത്ത് ഒരു എളിയ മനുഷ്യന് വേണ്ടിയിട്ട് ദൈവം തന്റെ സമയത്തെ അവിടെ ചെലവാക്കിയെങ്കിൽ നിലവിളിക്കുന്ന ദൈവമോ തന്നോട് രാപ്പകൽ നിലവിളിക്കുന്ന തന്റെ ദാസന്മാരുടെ കാര്യത്തിൽ ദൈവത്തിന് സ്തോത്രം വേഗത്തിൽ എന്ത് ചെയ്യും? പ്രതിക്രിയ നടത്തി രക്ഷിക്കും. രഫദീമിൽ വെച്ചും സ്തോത്രം, ഫറവോന്റെ സൈന്യം പുറകെ വരുന്ന കണ്ടപ്പോൾ ഇവരെല്ലാം കൂടെ നിലവിളിച്ചു. തമ്പുരാൻ അവർക്ക് വേണ്ടി ഒരു പാത വെട്ടി തുറന്ന് എന്ത് ചെയ്തു? കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇനി ഒരു നിലവിളിയുണ്ട്. അത് മോശയുടെ നിലവിളിയാ. ദൈവത്തിന് സ്തോത്രം. 3 ദിവസം വെള്ളമില്ലാതെ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുമ്പോ ജനമെല്ലാം പിറുവിറുത്തു. മോശയ്ക്ക് വിരോധമായിട്ട് തിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മോശയും ദൈവസന്നിധിയിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. മോശയോട് ദൈവം പറയാണ്, മോശ നീ ആ പാറയുടെ മുകളിലേക്ക് ഒന്ന് കയറി നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ആ പാറ നീ ഒന്ന് അടിക്കുക. ഈ ലക്ഷോപലക്ഷം വരുന്ന ജനത്തിന് ഞാൻ അതിൽ നിന്ന് വെള്ളം കൊടുക്കുവാൻ തയ്യാറാ. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, നിലവിളിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നിലവിളികൾ ദൈവസന്നിധിയിലേക്കൊന്ന് ഉയരട്ടെ. തിരുവചനം ഇപ്രകാരമാ പറയുന്നത്, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. 1-2 കഷ്ടങ്ങളിൽ നിന്നല്ല, സകല കഷ്ടങ്ങളിൽ നിന്നും. കഴിഞ്ഞ കാലങ്ങളിലെ കഷ്ടങ്ങളെല്ലാം മറക്കുമാറാക്കിയ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് ഭക്തന്റെ നിലവിളിയുടെ മുൻപാകെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവദാസ, ദൈവദാസി, നിന്റെ പ്രാർത്ഥനയുടെ ശൈലി ചേഞ്ച് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഒരു നിലകളിൽ ദൈവത്തിന് സ്തോത്രം. ഒരു
ഒത്തുവരുവത്തിലുള്ള പ്രാർത്ഥന കൊണ്ട് നീ പോയാൽ പലതും നിനക്ക് നേടിയെടുക്കാൻ കഴിയത്തില്ല. ലജ്ജ കൂടാതെ ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുവാൻ, ലജ്ജ കൂടാതെ ദൈവസന്നിധിയിൽ ഒന്ന് നിലവിളിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് ചില നിമിഷങ്ങളൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകല് ദൈവത്തിന് സ്തോത്രം നിലവിളിക്കാൻ തയ്യാറാകുക. ഉറക്കെ കരയുക. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ പ്രാർത്ഥനയുടെ രീതികൾ മാറണം, ശൈലികൾ മാറണം. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണിട്ട് നിലവിളിക്കാൻ കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. തിരുവചനം ഉറപ്പു തരിക സകല കഷ്ടങ്ങളിൽ. ദൈവത്തിന് സ്തോത്രം. ഉറപ്പും കൂടെ 15-ാമത്തെ വാക്യം പറഞ്ഞത്, നമ്മുടെ നിലവിളിക്ക് മുമ്പിൽ ചെവിയോർത്തിരിക്കുന്നൊരു ദൈവം. ദൈവത്തിന് സ്തോത്രം. ഇത് പകൽ പ്രാർത്ഥനയുടെ ശൈലി ഒന്ന് മാറ്റണേ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ നാളെ ഇതുവരെ ആയിട്ട് ഈ ലെവലിൽ ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടില്ലായിരിക്കാം. ചുറ്റുപാടുമൊക്കെ വീടും ബന്ധുമിത്രാദികളൊക്കെ താമസിക്കുന്നത് കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്നൊരു ശബ്ദം പൊങ്ങണ്ട എന്ന് വിചാരിച്ച് ഒരു പക്ഷേ നമ്മൾ നമ്മുടെ ശബ്ദമൊക്കെ അടക്കി വെക്കാം. ദൈവത്തിന് സ്തോത്രം. ബന്ധക്കാരെ വിചാരിച്ചും സ്വന്തക്കാരെ വിചാരിച്ചും അയൽക്കാരെ വിചാരിച്ചും നീ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ നീ അങ്ങനെ ഇരിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ നിലവിളി ഉയർന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ ചുറ്റുപാടുമുള്ളവരൊക്കെ എതിരായിട്ട് വരാം. എങ്കിലും ചില മറുപടികൾ നിനക്ക് ലഭിക്കും. സ്തോത്രം. സകല കഷ്ടങ്ങളിൽ നിന്ന് തമ്പുരാൻ വിടുവിക്കും. ദൈവത്തിന് സ്തോത്രം. എല്ലാ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ചേ. തിരുവചനം ഇപ്രകാരം പറയാം, നമ്മുടെ കർത്താവ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ചു. ഭയഭക്തി നിമിത്തം അവൻ ഉത്തരം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.